മുരളീരാജൻ രഘുവരൻ ഉണർന്നു ഷഡ്ജം മറന്നു തകിടതക. ശരിയാ, അതുപോലെ ഇന്നും മറന്ന് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്നെങ്കിലും എന്റെ പണി കഴിയോ? എവിടെ നിന്ന്? എടാ, ഇത്രയും വയസ്സായ ഞാനിവിടെ പയറോടെ നിൽക്കുന്നുണ്ട്. നിന്റെ പണി കഴിയാൻ സമയമായിട്ടില്ല, നിനക്കതിനുള്ള പ്രായമായിട്ടില്ല. എന്റെ പണിയല്ല, ഈ ബൈക്കിന്റെ പണി കഴിയോ ഇല്ലേ? അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞാണ് രാവിലെ പോണോന്ന്. ഓ, ഞാൻ മറന്നുപോയേ. നിനക്ക് ഇന്ന് അച്ചപ്പൻ തീറ്റിയുള്ളതാണല്ലേ? അച്ചപ്പൻ തീറ്റിയാ? എടാ, നീ പെണ്ണ് കാണാൻ പോണേ നാട്ടുകാർ പറയുന്നതേ അച്ചപ്പൻ തീറ്റിക്ക് പോണെന്നാ. നാട്ടുകാരെ കൊണ്ടുകൂടെ ക്യാപിച്ചല്ലേ അല്ലേ? നിങ്ങൾക്ക് പറ്റില്ല, അത് പറയണം. എടേ, എനിക്ക് പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ജാതകവും ഫോട്ടോയും കൊണ്ട് ആ മാക്രി മണിയെ കൊടു. അതാര് മാക്രി മണി? നീ കണ്ടിട്ടില്ലേ ഇല്ല. ടിവിയിലൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പരസ്യം? മാട്രിമോണി അല്ല. അങ്ങനെയും പറയൂ. അവിടെ കൊടുക്കാൻ കാശിനെ എവിടെ നിന്നുണ്ടാക്കും? നാളെ തേക്ക് മുറിച്ച് വെക്ക്. എന്തിനാ നാളത്തേക്കുള്ളത് മുറിച്ച് വെച്ചിട്ട് ഞാൻ എന്തിനും പെണ്ണ് കിട്ടണത്? എടാ, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു തേക്ക് മരുന്ന് നിൽപ്പൂലേ, അത് മുറിച്ച് വെക്കാനാ ഞാൻ പറഞ്ഞു. അപ്പൊ പൈസ അല്ല പിന്നെ. ഓഹോ, മദ്യം കഴിച്ചോണ്ടാണോ പെണ്ണ് കാണാൻ എന്റെ വരുന്നത്? അതിലൊരു കുഴപ്പമില്ല. ഇന്നലെ അടിച്ചതിന്റെ ബാക്കി ഒരു 60, അത്രേ ഉള്ളു. മെസ്സിരി, ഇത് കഴിച്ചോണ്ട് വരണ്ട. എടേ, മദ്യം അർഹതപ്പെട്ടവനെ കുടിക്കാൻ പറഞ്ഞുള്ളൂ. ഈ മദ്യത്തിന് അർഹതപ്പെട്ടവൻ ഞാനാണ്, ഞാനത് കുടിക്കും. മനസ്സിലായ? മേസരി, മണം അടിക്കൊന്നു. എടാ, അത് ഞാൻ അടിക്കട്ടെ, പിന്നെ മണത്തിനടിക്കാം. ആരെടുത്ത് ഇങ്ങോട്ടോ, ഞാൻ ചോദിക്കട്ടെ. എടേ, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നു. ആദ്യ രാത്രിയെ കുറിച്ച് നിനക്ക് വല്ലതും അറിയോ? ആദ്യ രാത്രി ചിരിച്ചു കാണിക്കൂ. അവളെ ചിരിപ്പിക്കും. എനിക്ക് പറ്റിപ്പോയ മണ്ടത്തരങ്ങൾ പറഞ്ഞു അവളെ ഞാൻ ചിരിപ്പിക്കും. അപ്പൊ ആദ്യ രാത്രി കാര്യം പോയി കിട്ടി. അതിന് മേസരി അങ്ങനെ പറഞ്ഞത്? അല്ല, നിനക്ക് പറ്റിയ മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു തീരുമ്പോ തന്നെ നേരം വെളുക്കുമല്ലോ. ഇയാള് പിന്നെ മണ്ടത്തരം ഒന്നും ചെയ്യൂല. ഞാൻ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതൊക്കെ പണ്ട്. ഇപ്പോഴും ഉണ്ട്. അർഹത ഉള്ളവനെ പൂച്ചാൻ പറ്റൂ. ഒരു 90 കളഞ്ഞല്ല. അത് നിനക്ക് എത്ര സങ്കടം? എന്റെ 90 പോയത്. എനിക്ക് ഒരു സങ്കടമില്ല. നീ അതിന് 14-15 സ്പാൻഡറിങ് എടുത്താണ്. ഒരു ബഹളം കേൾക്കുന്നു. വർഷാപ്പിന്റെ അപ്പുറത്ത് ഒരു ചാവാരി പട്ടി കിടക്കുന്നു. സ്പാൻഡർ ഇപ്പൊ കറിഞ്ഞ പട്ടിയുടെ തലയടിച്ചു. നീ അത് പിടി. നീ വാ, നീ ആദ്യ രാത്രിയെ കുറിച്ച് പറ. അതിനുശേഷം അവൾ എനിക്ക് പാലെടുത്ത് കൈ തരും. ഞാൻ പാല് വാങ്ങി അവിടെ വെക്കും. അതിനുശേഷം ഞാൻ അവളെ പിടിച്ച് കസേരയിൽ ഇരുത്തും. അവൾ വീണ്ടും പാലെടുത്ത് തരും. ഞാൻ പാല് വാങ്ങി അവിടെ വെക്കും. പിന്നെ ഞാൻ അവളെ കട്ടിലിരുത്തും. അവൾ പാലെടുത്ത് തരും. മതി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിനക്ക് കല്യാണമല്ല വേണ്ടത്, പിന്നെ പാൽ സൊസൈറ്റിയിൽ ഒരു ജോലിയാണ് വേണ്ടത്. അതെന്തിന്? പാലെടുത്ത് വെക്കാൻ. അല്ലേ, കല്ല കാര്യം തന്നെ. നീ ഇങ്ങനെ പെണ്ണാണെന്ന് ചാടി നടക്കുന്നതിന് നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചില്ലേ? അത് ഞാൻ കെട്ടിക്കൂടെ? അടുത്ത മാസം 15-ാം തീയതി അവളെ കല്യാണമാണ്. തന്നെ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, അതങ്ങ് നശിപ്പിക്കേ. ശരി, എന്റെ പേര് TK രവി എന്നാണ്, അല്ലാതെ TG രവി എന്നല്ല. എടാ, ഞാൻ കല്യാണം മുടക്കാനാ പറഞ്ഞത്. ആദ്യം ഒരു കല്യാണം നടത്തിത്താ, എന്നിട്ട് വല്ലതും കേട്ട് മുടക്കാം. അതെങ്ങനെ? എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ നാണം കെടുത്താനല്ലേ? അല്ല, ഞാൻ പറയണത് ഒരു കല്യാണം പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് കല്യാണം നടക്കുന്ന വീട്ടിലേക്കാണ് പോണത്. കൈയും വീശി കയറി പോണോ? ശരിയാണോ? വേണ്ട, നീ പാന്റ് ഇട്ടേക്കല്ലേ, പാന്റിന് പോക്കറ്റ് കേട്ടുണ്ടോ? അതാകുമ്പോ കൈ വീശേണ്ടി വരും. ഞാൻ വല്ലതും വിളിച്ച് പറയുക, കൈയും വീശി വെറും കൈയോടെ പോണോന്ന്. ആ മുറ്റത്ത് 2 പൂച്ചട്ടി എടുത്ത് കൈ വെച്ചോണ്ട് പോ, കാര്യം തീർന്നല്ലോ. ഈ മണ്ടത്തരം തന്നെ ഇയാളെ, ഈ മണ്ടത്തരം. ഞാൻ മണ്ടത്തരം പറഞ്ഞു? മണ്ടത്തരം ഏതെങ്കിലും വീട്ടിൽ പെണ്ണ് കാണാൻ പോകുമ്പോ എന്നെ അവിടെ കൊണ്ടുപോകുന്നതിന് മുൻപേ ആ പെണ്ണിന് ഏത് പയ്യനാണ് ഇഷ്ടമെന്ന് ചോദിച്ച് മനസ്സിലാക്കണോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ അവൾ എന്താണെന്ന് പറഞ്ഞത്, നമുക്ക് ഹൃത്തിക് റോഷനെ പോലെ ഇരിക്കണം പയ്യനെ വേണോ? അത് പെണ്ണുങ്ങൾക്ക് ഹൃത്തിക് റോഷനെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളടുത്ത് പ്രത്യേകം പറഞ്ഞെന്ന് പറഞ്ഞു, പയ്യൻ ജിം ആയിരിക്കണോന്ന്. എന്തോന്ന്? ജിം ആയിരിക്കണോന്ന്? അയ്യോ, ഞാൻ കേട്ടത് ചുമ്മാ ഇരിക്കണോന്നാ. നീ ആവുമ്പോ വെറുതെ ഇരിക്കല്ലേ, അതാ നിന്നെ കൊണ്ടുപോയത്. ഇത് പറഞ്ഞ വിഷമത്തിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചാടി ജിമ്മിൽ പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നു ഹൃത്തിക് റോഷനാ. അല്ല, അവളെ മാമനും കൂടി. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ നീ എക്സസൈസ് ചെയ്താൽ മാത്രം പോരാ, പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം, പ്രത്യേകിച്ച് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക നല്ലതാണ്. വെണ്ടയ്ക്കകത്ത് നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ അതിനകത്ത് പുഴുവിരിക്കും. പറഞ്ഞു തിരുമ്പോ കാണാനില്ല വെണ്ടയ്ക്ക. അല്ല, മാമനാ. ഞാൻ ചാടി ജിമ്മിന്റെ പുറത്തിറങ്ങി ഒരു പച്ചക്കറി കടയിൽ കയറി ഒരു വെണ്ടയ്ക്ക എടുത്ത് വിളിച്ചപ്പോ അതിനകത്തിരിക്കുന്നു മാമനാ. അല്ല, പുഴു. ആ പുഴുവിനെ ചീണ്ടി കളഞ്ഞിട്ട് ഞാൻ ഒരു കിലോ വെണ്ടയ്ക്ക വാങ്ങിച്ച് തിരിച്ചപ്പോ കയ്യും കാലും ഒടിഞ്ഞ് കയറി വരുന്നു. പുഴുവാ? അല്ല, മാമൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിലെ ഈ മാമന്റെതാണോ പുഴു? അല്ല, മമ്മൂട്ടിയുടെയാണ് പുഴു. മമ്മൂട്ടിക്ക് എന്തിനാണ് പുഴു? മമ്മൂട്ടി അഭിനയിച്ച സിനിമയുടെ പുഴു. അത്രേ ഉള്ള? അത്രേ ഉള്ളൂ. ഇപ്പൊ നിർത്തിയത് നന്നായി, ഇല്ലെങ്കിൽ മേശരി ഇന്ന് പുഴുക്കലരിയായി. ഇങ്ങനെ പുഴുക്കലരിയായിട്ട് ഇരിക്കണം. വൈകുന്നേരം 5 മണിക്ക് എനിക്ക് ബൈക്ക് കിട്ടണം. എനിക്ക് ബിസിനസിന്റെ മീറ്റിംഗ് പോകണം. എന്തോന്ന് ബിസിനസ്? മണി ചെയിൻ ബിസിനസ്. അതിനവ സമ്മതിക്കൂ? ആര്? മണിശ്ശിയുടെ ഭർത്താവ്. മണി ചെയിൻ ബിസിനസ്. ഈ മണി ചെയിൻ ബിസിനസ് എന്തോടെ? നല്ല ചോദ്യം. അതായത് സംഭവം രഹസ്യമാണ്. ഈ നിമിഷം ഞാൻ മേശരി തമ്മിൽ അങ്ങ് ഒന്നിക്കുകയാണ്. വൃത്തിയായിട്ടവനെ, ഞാൻ അത്രക്കാരനല്ല. ശരി, 2000 കൊടുത്ത് എന്റെ ടീമിൽ ജോയിൻ ചെയ്യും. അങ്ങനെ പിന്നെ ലക്ഷങ്ങളല്ലേ വരുമാനം. ഇപ്പൊ മേശരി ജോയിൻ ചെയ്താ ഇപ്പൊ മേശരിയുടെ താഴെ ഒന്നുമില്ലല്ലോ. സത്യം, ഷഡ്ജം മറന്നു. മേശരി ഇതിപ്പോ മേശരിയാണെന്ന് വിചാരിക്കാം. മേശരിയുടെ താഴെ ഇപ്പൊ ആരുമില്ല. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് തന്നെ താഴെ 2 പേര് വരും. ഇന്ന്? അത് നടക്കൂല. എന്ത്?
ഷഡ്ജം മറന്നു. പാട്ടും പാടിക്കൊണ്ടിരി. ഇന്നലെ ബൈക്ക് തരാൻ എന്റെ അടുത്ത് പറഞ്ഞതാണ്. നീ ഇന്നലെ എവിടെ പോയിരുന്നു? ഇന്നലെ ഒരു മരണമായിരുന്നു. ആര് മരിച്ചു? ആ രാഘവന്റെ ഭാര്യ തൂങ്ങി മരിച്ചു. എന്ത് കാര്യം? എന്ത് സംഭവം? മർഡറാണ് കാരണം. അങ്ങനെ വരാൻ വഴിയില്ല. ഈ നാട്ടിലുള്ളവന്മാരെയൊക്കെ എനിക്കറിയാം. ഇനി പേര് കേട്ട വല്ല ബംഗാളിയാണെന്ന് തോന്നുന്നു. ആര്? നീ പറഞ്ഞ മർഡർ എന്ന് പറഞ്ഞവൻ. പ്രഭു ഹരി രാമകൃഷ്ണ ജഗന്നാഥ പ്രേമാനന്ദി ലോകതോൽവി. അടുത്തത് പറയാനുള്ള അത് പിന്നെ ഇവിടെ എവിടെയാ ഞാൻ വെച്ചടേ നോക്കിയാണ്. എന്തോന്നാണ്? ഒരു നല്ല ക്ലൈമാക്സ്. അത് ഇവിടെ തന്നെ തന്നെ. പെണ്ണ് കാണാൻ പോവാം. പെണ്ണ് കാണാൻ പോകുന്നില്ല. പെണ്ണ് കാണാൻ നിർത്തി. പ്രത്യേകിച്ച് നിങ്ങളെ കൂടെ ഇത്ര നാട്ട് എന്നെ കൊണ്ട് നടക്കില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു ദുശീലം പോലും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മേശിരിയുടെ മോളെ എനിക്ക് കെട്ടിച്ചതാ. എനിക്ക് ആഗ്രഹം ഉണ്ടടാ നിന്നെ പോലൊരു മരുമോനെ കിട്ടാൻ. ഏത് അമ്മായിയപ്പനെ ആഗ്രഹിക്കാത്തത്? താങ്ക് യു. എന്നാ പിന്നെ കെട്ടിച്ചാ? പക്ഷെ വേറെ പ്രശ്നമുണ്ട്. മോളെ കെട്ടിച്ചു വിട്ടാ? എന്നെ കെട്ടിച്ചു വിട്ടില്ല. എങ്ങനെ? എന്റെ കല്യാണം കഴിഞ്ഞില്ല. ഇത്ര നാൾ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര കോച്ചിങ് തന്നതാ. കല്യാണ കാര്യത്തിൽ ഞാൻ മികച്ച ഒരു കോച്ചാണ്. എന്തുകൊണ്ട് കോച്ച്? ഈ കോച്ച് എന്തുകൊണ്ട് ഒരു കല്യാണം കഴിച്ചില്ല? ഈ കോച്ചുമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഗ്രൗണ്ടിന് പുറത്തിരുന്ന് കളി പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ ഇന്ന് വരെ ഒരു കോച്ചിനും ഭാഗ്യം കിട്ടിയിട്ടില്ലേ. ഇരിക്കല്ലേ. എന്ത് ക്ലൈമാക്സ് ഇരുന്ന് പോകും. ഞാൻ കയറ്റി വെക്കാം. എന്നെ വിളിച്ചു നോക്കണത്? നീ സ്റ്റില്ലായി നിൽപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. എന്തുവാണ് ഇത്? ഞാനും കൈ നിട്ട് കളിച്ചത്. എങ്കിൽ ഇതാ പിടിച്ചോ. ശുഭം. ഇതെന്തിന്? ഇല്ലെങ്കിൽ നീ ഇനിയും കൈ നിട്ട് കളിക്കും. എന്ന് ഞാൻ ആക്കൊന്നും പറഞ്ഞ് നോക്കിയിരിക്കല്ലേ. ഞാൻ നിന്നെ തേച്ചതാ. ഇസ്തിരി മേശിരി. ഇതാ ശരി.